കേരളത്തിലെ ബാഹുബലി സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം അഥവാ ബാഹുബലി വെള്ളച്ചാട്ടമായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണിത്. ഇന്ത്യയുടെ നയാഗ്ര എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. 80 അടി ഉയരത്തിൽ നിന്ന് വെള്ളം താഴേക്ക് പതിക്കുന്ന കാഴ്ച സൂപ്പറായിട്ടുള്ള ഈ മഴക്കാലത്ത് നമുക്ക് കാണാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു വ്യൂ ആണ് ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ മഴക്കാലത്ത് ഇവിടെ വരുന്നത് വളരെ വേറൊരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി മഴക്കാലത്ത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരുന്നത്. നമ്മളിങ്ങനെ വെള്ളച്ചാട്ടം ഓൾറെഡി അവർ ഇതൊക്കെ കെട്ടി നമ്മളെ ഉള്ളിലേക്ക് കടത്തി വിടില്ല. പക്ഷെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ വെള്ളം വന്ന് നമ്മുടെ ദേഹത്തോട് ഇങ്ങനെ അടിച്ച് കയറുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളങ്ങ് പറന്നു പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് മനസ്സൊക്കെ നല്ല റിലാക്സിങ് ആക്കി നമുക്ക് നല്ല തണുത്ത് കുളിരെ കാണാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. മഴക്കാലത്ത് ഒരു തവണയെങ്കിലും വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ, എങ്കിലും ഒരു തവണയെങ്കിലും നമുക്ക് കണ്ടിരിക്കേണ്ട ഒരു വെള്ളച്ചാട്ടമാണിത്. ഇത് നമ്മുടെ താഴെ നിന്നുള്ള വ്യൂ ആണ്. ഇതിൽ പാർട്ട് 1 നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ദൂരെയുള്ള വിഷ്വൽസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം കുറച്ച് 1 മീറ്ററൊക്കെ മാറി നിന്നാൽ തന്നെ നമ്മുടെ ദേഹത്തൊക്കെ വെള്ളം വീഴും. നമ്മൾ റെയിൻകോട്ട് മേടിച്ചിട്ട് വേണം എല്ലാവരും ഈ വഴി പോകാൻ വേണ്ടിയേ. നമ്മുടെ ബാഹുബലി സിനിമയിലൊക്കെ ഈ വെള്ളച്ചാട്ടമാണ് കാണിക്കുന്നത്. അന്നേ നമ്മൾ വിചാരിച്ചാണ് ഈ വെള്ളച്ചാട്ടം ഈ മഴക്കാലത്തൊന്ന് കാണാൻ പോകണം. ഒന്ന് മഴയില്ലാത്ത സമയത്തും ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എന്നാലും മഴക്കാലത്ത് പോകുമ്പോൾ ആ ഒരു തണുപ്പും ആ ഒരു വെള്ളമൊക്കെ വന്ന് വീഴുന്ന ഒരു സൂപ്പർ ഒരു ഡിഫറെൻറ്റ് വൈബാണ് ആക്ച്വലി. ഒരുപാട് ഈ ടൂറിസ്റ്റുകൾ ഈ സ്ഥലത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ വരുന്നവരെല്ലാം തീർച്ചയായിട്ടും റെയിൻകോട്ട് മേടിച്ചുകൊണ്ട് വരണം. ഇൻ കേസ് മറന്നുപോയാൽ തന്നെ നമുക്കിവിടെ എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ വിൽക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ റെയിൻകോട്ട് വിൽക്കാനൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ നമ്മൾ കാണുന്നതിനേക്കാളും വളരെ മനോഹരമായിട്ടാണ് ഈ വെള്ളച്ചാട്ടം ആക്ച്വലി നിൽക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ താഴെ നിന്ന് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ നമ്മുടെ ദേഹത്തൊക്കെ വീണ് നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസ് ഒരുപാട് സമയം നമ്മൾ കുറച്ച് സമയം മാത്രമേ വീഡിയോ ഷൂട്ട് ചെയ്തുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളൊക്കെ നമ്മളത് ശരിക്കും നൈസായിട്ട് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുമായിരുന്നേ. ഇനി നമ്മളിതിൻ്റെ തന്നെ മോളിൽ നിന്ന് നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ പോകും. ഇവിടെ നമുക്ക് കുറച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും ആ ഒരു നനഞ്ഞ് നമ്മുടെ മനസ്സൊക്കെ ഇന്ന് കാമാക്കാൻ വേണ്ടി നമുക്ക് വളരെ സമാധാനമായിട്ട് ഇവിടെ ഈ വിഷ്വൽസ് ഇതൊക്കെ കണ്ട് നമുക്കിവിടെ ഇരിക്കാൻ പറ്റുമേ. ഇത് നമ്മുടെ മണ്ടേ എന്നുള്ളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ആണ്. ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ഫുള്ളായിട്ട് കിട്ടുന്നത് എല്ലാവരും കണ്ടു നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇത് നമ്മൾ താഴേന്ന് കണ്ട വെള്ളച്ചാട്ടമാണ്. അത് നമ്മൾ ആ വരുന്ന മലയുടെ മണ്ടയിലുള്ള ഭാഗമാണിത്. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു ക്ലിപ്പ് ഈ വീഡിയോയുടെ തന്നെ എൻഡിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേണ്ട നമ്മൾ റെയിൻകോട്ടൊക്കെ ഊരി നമ്മൾ ഈ വെള്ളച്ചാട്ടം മണ്ടേന്ന് ആസ്വദിക്കാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് കുറേ സമയം ഇരിക്കുകയും നമുക്ക് കുറേ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. താഴേന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ വെള്ളമൊക്കെ ദേഹത്ത് വീണ് നമ്മൾ വേറൊരു വൈബാണ്. മണ്ടയിലിരിക്കുന്ന വളരെ കാമായിട്ട് നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വെള്ളം പോകുന്ന വഴിയൊക്കെ നമുക്ക് കണ്ട് ഈ ഒരു വിഷ്വലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്കത് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ ഭയങ്കര ഒരു കുളിർമയാണ് ആക്ച്വലി. ഈ വെള്ളം പോയി വളരെ പ്രഷറിൽ വന്ന് താഴോട്ട് അടിച്ച് വീണിട്ടുള്ള ആ മരത്തിൻ്റെയും ആ കാടൊക്കെ നിൽക്കുന്ന ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാലുണ്ടല്ലോ വേറൊന്നും നമുക്ക് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തെക്കുറിച്ച് ഏതായാലും 2 വാക്കും കൂടെ പറയാം. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് കിഴക്കായി അതിരപ്പള്ളി വാലി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലപാതയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഏതാണ്ട് 24 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഈ ജലപാതം ചാലക്കുടി പുഴയിലേക്കാണ് ആക്ച്വലി. ഇതിൻ്റെ ഒരു വിഷ്വൽ ഉണ്ടല്ലോ, ഈ വെള്ളം വീഴുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. മനസ്സിനും നമ്മൾ വേറൊരു വൈബിലേക്ക് പോകും ആക്ച്വലി. ഈ മഴക്കാലത്ത് നമ്മളിവിടെ പോവുകയാണല്ലേ, മൊത്തത്തിൽ ഒരു കുളിരും ഈ വെള്ളം വന്ന ഫോഴ്സിൽ വന്ന് താഴോട്ട് വീണിട്ട് അത് ചെതറുന്ന നമ്മളെ താഴെ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ മണ്ടേ നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എന്താണെങ്കിലും എല്ലാവരും വെള്ളച്ചാട്ടം വന്നൊന്ന് കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.